പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എല്ലാ വ്യക്തിത്വങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓ സഹോദരാ, ചിന്തിക്കുക. എത്രയെത്ര ഏകാധിപതികൾ, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര പണം കൊണ്ട് അധികാരം കാണിച്ചവർ, അധികാരത്തിന്റെ ഹുങ്ക് പ്രകടമാക്കിയിട്ട് അതേ ഭരണീയരെ മുഴുവനും വരച്ച വരയിൽ നിർത്തിയതായ എത്രയെത്ര വ്യക്തികൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ ഇന്നെവിടെയാ സഹോദരാ? ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലല്ലോ അവർ അന്തിവിശ്രമം കൊള്ളുന്നത്. അവരുടെയൊക്കെ ജീവിതം ഏത് നിലയ്ക്കാ? അവരുടെയൊക്കെതായ നിലവാരം ഏത് നിലയ്ക്കാ? ഖബറിന്റെ അവസ്ഥ ഏത് നിലയ്ക്കാ? അവരെ ഖബർ ഏത് നിലയ്ക്കാ സമീപിക്കുന്നത്? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അതല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഓർക്കുക സഹോദരാ, എത്രയെത്ര സ്വേച്ഛാധിപതികൾ, എത്രയെത്ര ഏകാധിപതികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരാ. ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി എവിടെ പോയി സഹോദരാ? ബനൂ ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് പണത്തിന്റെ പടവളപ്പ് കൊണ്ട് നേരം പ്രഭാതമാകുമ്പോ അതേ ഖാറൂനിൻ്റെതായ കുതിരകളും ഖാറൂനിന്റെ ഒട്ടക സമുച്ചയങ്ങളും ആ ഒട്ടകത്തിന്റെ വ്യൂഹത്തിന്റെ കൊളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആ ബനൂ ഇസ്രായേൽ സമൂഹം മുഴുവനും നെടുങ്ങി വിറച്ച ഒരു കാലമില്ലായിരുന്നോ? എത്രയെത്ര പളവളപ്പിന്റെ ഡ്രസ്സുകളാ ധരിച്ചിരുന്നത്. മിനിറ്റിന് ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് അതേ സെക്കൻഡുകൾക്ക് ചെരുപ്പ് മാറ്റിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളുടെ ഏറ്റവും വലിയ വൃത്തികെട്ട വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മുഴുവനും തന്റെ അധീനതയിലേക്ക്, തന്റെ കരവലയിലത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിയതായ ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി ഇന്ന് എവിടെ പോയി സഹോദരാ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്, അള്ളാഹുവിനെ ധിക്കരിച്ചതായ അതെ അവന്റെ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ധിക്കരിക്കുകയും പണത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അടക്കമുള്ള പ്രവാചകന്മാരെ മുഴുവനും ചീത്ത വിളിക്കുകയും ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെ കുറിച്ചും ധിക്കരിച്ച് അവരുടെ ആദർശങ്ങളും നയങ്ങളും വകവെക്കാതെ നിൽക്കുമ്പോ അതാ പരിശുദ്ധമായ ഖുർആനിന്റെ വചനമില്ലയോ, ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയില്ലയോ? ഭൂമിയിലേക്ക് ഒരു ചെറിയ ആഴ്ത്തലല്ല, ആറാം ഭൂമിയിലേക്ക്, അതിന്റെ 7ാമത്തെ തട്ടിലേക്ക് ഇന്നും ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഖാറൂൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ മുതലാളിയെ. ഏറ്റവും വലിയ മുതലാളി, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരൻ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയില്ലേ അവന്റെ പണവനപ്പിനെ കുറിച്ച്, അവന്റെ പണത്തിന്റെ പെരുപ്പത്തെ കുറിച്ച്. وَإِنَّ مَفَاتِحَهُ لَتَنُوءُ بِالْعُصْبَى. 70 ഒട്ടകങ്ങൾക്ക് അതല്ല 70,000 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുള്ളതായ നിധി കുംഭങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ മാത്രം അവനുണ്ടായിരുന്നുവത്രേ. ഒരൊട്ടകം വഹിക്കുന്നതിന്റെ തൂക്കമെത്ര? 2 കിൻഡലോളം. 2 കിൻഡലോളം ഭാരം അത് വഹിക്കും ഒട്ടകം. അത്രത്തോളം 70,000 അല്ലെങ്കിൽ 7,000 ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങൾക്ക് മുഴുവനും വഹിക്കുവാൻ മാത്രമുള്ളതായ സമ്പത്തിന്റെ ഉടമയായിരുന്നു, അഥവാ താക്കോൽ കൂട്ടം മാത്രമുള്ള. ഒരുപാട് നിധി കുംഭങ്ങൾ, ഒരുപാട് നിധിയുടെ കലവറകൾ, അതിൻ്റെതായ താക്കോൽ മാത്രം, ആ താക്കോലുകൾ മാത്രം 70 ഒട്ടകങ്ങൾക്ക് വഹിക്കുവാൻ മാത്രമുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ധനാഢ്യനായിരുന്നു, എത്രത്തോളം വലിയ പണക്കാരനായിരുന്നു ഖാറൂൻ. അവൻ അഹങ്കരിച്ചു, അഹന്ത വെച്ചു, അള്ളാഹുവിനെ അനുസരിച്ചില്ല, അവന്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചില്ല, ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധിക്കരിച്ചു. അതിന്റെ പേരിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അവന്റെ അധപതനം, അവന്റേതായ അന്ത്യം. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെയും അവന്റേതായ സമുച്ചയങ്ങളെയും അവന്റെ കെട്ടിടങ്ങളെയും അവന്റെ ഫ്ലാറ്റിനെയും അവന്റെ കുടുംബാദികളെ മുഴുവനും ഒന്നടങ്കം ഭൂമിയിലേക്ക് നാം ആഴ്ത്തിയത്രേ. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അവനെ. ഇപ്പോഴും ആഴ്ന്നുകൊണ്ടിരിക്കുന്നു. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. ഖിയാമത്ത് നാൾ വരെ അവരിങ്ങനെ ഭൂമിക്കടിയിലേക്ക് ഓരോ സെക്കൻഡ് വെച്ചുകൊണ്ട് ആഴ്ന്നുകൊണ്ടിരിക്കുമെന്ന്
പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലഹു. ഓർക്കുക സഹോദര, ഈ രീതിക്ക് എത്രയെത്ര വ്യക്തികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അറിയില്ലയോ സഹോദര. ഫിർഔനിനെ ലഅനത്തുല്ലാഹി അലൈഹി എത്രയെത്രതായ സ്വേച്ഛാധിപതികൾ ആ നിലയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നമ്രൂദ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയ ഓർമ്മയില്ലയോ സഹോദര. ആ നിലയ്ക്കുള്ള ഫിർഔൻ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലയോ? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ നേതാവ്, ഞാനാണ് നിങ്ങളുടെ പടച്ചറപ്പ്, നിങ്ങളെ സംരക്ഷിക്കുന്നവരും നിങ്ങളെ പരിപാലിക്കുന്നവരും ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ആ നമ്രൂദ് ഇന്ന് എവിടെ പോയി സഹോദര? അവൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലയോ ഇബ്രാഹിം നബിയെ? ആ ഇബ്രാഹിം നബിയുടെ അവസാനം ഏത് നിലയ്ക്കാ? അവരൊക്കെ യഥാർത്ഥമായ ദീനിലേക്ക് പോയപ്പോ മോശപ്പെട്ട രീതിയിലേക്ക് അപതപിച്ചതായ, അല്ലാഹുവിനെ ധിക്കരിച്ചതായ എത്രയെത്രതായ പണത്തിന്റെയും പണപരിപ്പിന്റെയും ധിക്കാരത്തിന്റെയും പുറത്ത് അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് നടന്നതായ വ്യക്തികൾ ഏതൊക്കെ നിലയ്ക്കുണ്ടോ അവരെല്ലാവരെയും മരണം പിടികൂടിയില്ലയോ? അസ്രായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ അവരെല്ലാവരും തന്നെ പിടിമുടുക്കിയില്ലയോ? എല്ലാവരെയും പിടിച്ചു